സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. മാനസ ചേരുന്നു. മാനസ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? ദാണ്ട കൊല്ലത്ത് ഉച്ചയ്ക്ക് അതിശക്തമായ ഇടിമിന്നലാണ് ഉണ്ടായത്. 2 ജീവനുകളാണ് പൊലിഞ്ഞത്. തീർച്ചയായും ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ജില്ലകളിലാണ് ഇന്ന് ഇപ്പോൾ അവസാനമായി വന്ന മുന്നറിയിപ്പ് പ്രകാരം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും രാവിലെ മുതൽ തിരുവനന്തപുരം ജില്ലയിലൊന്നും അലർട്ടില്ല എങ്കിൽ കൂടിയും നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. നിലവിൽ കൊല്ലത്തും ഇത്തരത്തിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമാണ്. എങ്കിൽ കൂടിയും എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് 1 മണിക്ക് വന്ന മുന്നറിയിപ്പിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ നാളെ 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ വെള്ളി, ശനി ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട്. ശനിയാഴ്ച കാസർഗോഡ് ഉൾപ്പെടെ 5 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ശക്തമായ മഴ തന്നെ ലഭിക്കും എന്ന സൂചനയാണ് നൽകുന്നത്. മാത്രമല്ല ഈ മധ്യ വടക്കൻ ജില്ലകളിലായിരിക്കും നല്ല രീതിയിൽ മഴ ലഭിക്കുക എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. മലയോര മേഖലകളിലൊക്കെയും ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഈ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കണം എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്തും അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തീരദേശ മേഖലകളിൽ ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ തീരദേശത്തുള്ളവരും ജാഗ്രത തുടരണം. ഒപ്പം കർണാടക തീരങ്ങൾ ഒഴികെയുള്ള എല്ലാ തീരങ്ങളിലും മത്സ്യബന്ധന വിലക്ക് നിലവിൽ ഇല്ല. കർണാടക തീരങ്ങളിൽ മാത്രമാണ് മത്സ്യബന്ധന വിലക്ക് തുടരുന്നത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയിരിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്.